37 വർഷം ജയിൽവാസം അനുഭവിക്കുന്നു. ഒടുവിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നും, പക്ഷേ അല്ല. 1983 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരു ബലാത്സംഗം നടക്കുന്നു. അതിന് 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, റോബർട്ട് ദുബോയുസ്. ആ ചെറുപ്പക്കാരൻ ഈ കുറ്റവിചാരണ സമയങ്ങളിലൊക്കെ താൻ തെറ്റുകാരനല്ല എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ തെളിവുകൾ നിരത്തി അദ്ദേഹത്തിൻ്റെ കുറ്റക്കാരനാക്കുന്നു. അങ്ങനെ 37 വർഷം ആ ചെറുപ്പക്കാരൻ ജയിൽവാസം അനുഭവിക്കുന്നു. ഈ ജയിൽവാസ സമയങ്ങളിലൊക്കെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനായിട്ട് അദ്ദേഹം നന്നേ കഷ്ടപ്പെടുന്നു. ഒടുവിൽ താൻ കുറ്റക്കാരനല്ലെന്ന് ലോകത്തിന് മുൻപിൽ അദ്ദേഹം വിളിച്ചു പറയുകയാണ്. 37 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് ഉയരുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ ചില ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരെയെങ്കിലും തെറ്റുകാരാക്കി സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആരുടെയെങ്കിലുമൊക്കെ മുൻപിൽ ഇപ്പോഴും കള്ളന്മാരോ അല്ലെങ്കിൽ തെറ്റുകാരായിട്ടോ തുടരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അതല്ലേ?